ഓണത്തിന് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ മുൻകൂർ നൽകിയേക്കും. ഓഗസ്റ്റിലെ പെൻഷനൊപ്പം സെപ്റ്റംബറിലേത് കൂടി നൽകാനാണ് ആലോചന. സാമ്പത്തിക സ്ഥിതി പരിഗണിച്ചാകും സർക്കാർ തീരുമാനം. ഓണത്തിന് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ കൂടി മുൻകൂർ നൽകിയേക്കുമെന്ന സൂചനകളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. സാമ്പത്തിക സ്ഥിതി പരിഗണിച്ചായിരിക്കും സർക്കാരിന്റെ ഈ ഒരു തീരുമാനം. ഓഗസ്റ്റിലെ പെൻഷനോടൊപ്പം സെപ്റ്റംബറിലേതുകൂടി നൽകാനാണ് ആലോചന. ഇതിന് 940 കോടിയോളം രൂപ അധികമായി കണ്ടെത്തേണ്ടതുണ്ട്. ഓണത്തിന് ശമ്പളം, പെൻഷൻ ചെലവിന് പുറമെ ഉത്സവ ഭത്ത, ബോണസ്, സാലറി അഡ്വാൻസ് തുടങ്ങി വൻ ചെലവുകളാണ് സർക്കാരിനെ കാത്തിരിക്കുന്നത്. 10,000 കോടി രൂപയിലധികം രൂപ കണ്ടെത്തേണ്ടി വരും. കേന്ദ്രത്തിന്റെയും വായ്പാ നിയന്ത്രണവും സർക്കാരിന് വലിയ പ്രതിസന്ധിയുണ്ടാക്കിയേക്കും. വരുന്ന ഓണത്തോടനുബന്ധിച്ച് ഒരു ഗഡു പെൻഷൻ ഓഗസ്റ്റ് 25-നകം ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിൽ എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ധനവകുപ്പ്. ഓഗസ്റ്റ് മാസത്തെ ഓണം സ്പെഷ്യൽ പെൻഷൻ തടസ്സമില്ലാതെ അക്കൗണ്ടിൽ ലഭിക്കുന്നതിനായി ഗുണഭോക്താക്കൾ അടിയന്തരമായി തന്നെ ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതേസമയം ക്ഷേമ പെൻഷൻ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ സാവകാശം നൽകിയിട്ടുണ്ട്. പെൻഷൻ വിതരണം ബാങ്കിലൂടെയാക്കിയിരുന്നു. KYC ഉള്ളതും ആധാർ ലിങ്ക് ചെയ്തതുമായ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ക്ഷേമ പെൻഷൻ മാറ്റുന്നത്. നിലവിൽ 51.10 ലക്ഷം പേരാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നത്. ഇതിൽ 27.95 ലക്ഷം പേരും ബാങ്കുകൾ വഴിയാണ് ഇപ്പോൾ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ശേഷിക്കുന്ന 23.14 ലക്ഷം പേർക്കാണ് സഹകരണ സംഘങ്ങളിലൂടെ പണം വീട്ടിലെത്തിച്ച് നൽകുന്നത്. ഇവരിൽ കിടപ്പ് രോഗികളല്ലാത്തവരുടെ വിതരണമാണ് ബാങ്കുകളിലേക്ക് മാറ്റുന്നത്. അതേസമയം കിടപ്പ് രോഗികളായ പെൻഷൻകാരുടെ കണക്കെടുക്കാൻ സർക്കാർ തുടങ്ങിയിട്ടുമുണ്ട്. ഓഗസ്റ്റ് മാസത്തെ ഓണം സ്പെഷ്യൽ പെൻഷൻ തടസ്സമില്ലാതെ അക്കൗണ്ടിൽ ലഭിക്കുന്നതിനായി ഗുണഭോക്താക്കൾ അടിയന്തരമായി തന്നെ ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.